ഇന്ന് സുഗേർ സാഹിനിയുടെ ഒരു കഥ കൂടി. കണ്ണട വെച്ച് അനിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അവനെ സൂക്ഷിച്ചു നോക്കി. എന്താണടോ, നിനക്ക് കാഴ്ചക്കുറവുണ്ടോ? ഇതിനു മുമ്പ് കണ്ണട വെച്ച് നിന്നെ കണ്ടിട്ടില്ലല്ലോ. കാഴ്ചക്കുറവൊന്നുമില്ല, വെറുതെ ഒരു രസത്തിന് വെച്ചതാ. എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നെ കാണാൻ? ഒരു ഡോക്ടറെ പോലെയോ പ്രൊഫസറെ പോലെയോ ഒക്കെ കാണാനുണ്ട് അല്ലേ? വാസ്തവത്തിൽ നിന്നെ കാണാൻ നല്ല സ്മാർട്ടായിട്ടുണ്ട്. നല്ല വിലയുള്ള കണ്ണടയാണല്ലോ. എത്ര രൂപയായി? ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് കരുതിക്കോ. നിനക്കറിയാമല്ലോ, എൻ്റെ അച്ഛനൊരു സ്വതന്ത്ര സമര സേനാനിയായിരുന്നു എന്ന്. അവർക്ക് കണ്ണട കിട്ടാനുള്ള ഒരു ഉത്തരവുണ്ട്. അത് പ്രകാരം ഞാൻ കണ്ണട ഒപ്പിച്ചതാണ്. സർക്കാർ ചെലവിലൊരു കണ്ണട. കുറേ ബുദ്ധിമുട്ടി അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുക. അദ്ദേഹത്തെ 1-2 തവണ ചീഫ് മെഡിക്കൽ ഓഫീസർ അടുത്ത് കൊണ്ടുപോകേണ്ടി വന്നു. അവിടെല്ലാം ചെന്ന് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന കാര്യം നിനക്കറിയാമല്ലോ. അപ്പോഴാണ് പൂമുഖത്തിരുന്ന് പത്രം വായിക്കുന്ന അനിലിൻ്റെ അച്ഛനെ ശ്രദ്ധിച്ചത്. അദ്ദേഹം പത്രം കണ്ണിനോട് അടുപ്പിച്ച് പിടിച്ചാണ് ഇരിക്കുന്നത്. വായിക്കാനായി അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് കാൽ തൊട്ട് വന്ദിച്ചു. എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കണ്ണ് തിരുമ്മി വീണ്ടും നോക്കി. ആരാ? അനിലിൻ്റെ അച്ഛൻ്റെ കണ്ണിന് ഇത്രയും മങ്ങലുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. മുറ്റത്തൂടെ സ്റ്റൈലിൽ നടക്കുന്ന അനിലിനെ കണ്ടപ്പോൾ എനിക്ക് ഏതോ ഒരു സിനിമയിലെ വില്ലനെയാണ് ഓർമ്മ വന്നത്. വെയിലുകൊണ്ട് ഫോട്ടോക്രോമാറ്റിക് കണ്ണട ഇരുണ്ടിരുന്നു. നന്ദി, നമസ്കാരം.